മക്കളെ, ഹിന്ദി എഴുതാനും വായിക്കാനും പഠിക്കാനുള്ള 20 ഡേയ്സ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ എന്ന ചിഹ്നമാണ് പഠിച്ചത്. എങ്ങനെയാണ് ആ എന്ന ചിഹ്നം ഉൾപ്പെടുത്തി വായിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ എന്ന ചിഹ്നമാണ്. എങ്ങനെയാണ് ഈ എന്ന ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് ആദ്യം കാണിച്ചു തരാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതുപോലെ തന്നെ നമുക്ക് ക എന്ന അക്ഷരം തന്നെ എടുക്കാം. ക എന്ന അക്ഷരത്തിന് നമ്മൾ ഈ ചിഹ്നം കൊടുത്തു. ഈ ചിഹ്നം ആദ്യം നൽകിയതിന് ശേഷമാണ് നമ്മൾ അക്ഷരം ഇടുന്നത് അല്ലേ? അക്ഷരം എഴുതുന്നതിന് മുമ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എന്ന ചിഹ്നം കൊടുക്കുന്നത്. ഈ എന്ന ചിഹ്നത്തിനാണ് വ്യത്യാസം വരുന്നത്. നമ്മളിവിടെ ഈ എന്ന ചിഹ്നമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്? കി. ക എന്ന അക്ഷരത്തിന് നമ്മൾ ഈ എന്ന ചിഹ്നം കൊടുത്തു. കി എന്നാണ് വായിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരക്ഷരം എടുക്കാം. പ. പ എന്ന അക്ഷരത്തെ നമ്മൾ ഈ എന്ന ചിഹ്നം കൊടുത്തു. എന്താണ് വായിക്കുന്നത്? പി. ഏതക്ഷരമാണോ ഉള്ളത് ആ അക്ഷരത്തിനോട് കൂടി ഈ എന്ന് കൂട്ടി പറയുക. ഓക്കെ, അപ്പം നമ്മൾ ര എന്ന അക്ഷരമാണ് എഴുതുന്നതെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ വായിക്കും? ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ രി എന്ന് വായിക്കും അല്ലേ? ര എന്ന അക്ഷരത്തിനോട് കൂടി ഈ എന്ന് കൂട്ടി പറയുന്നു രി. പായുടെ കൂടെ ഈ എന്ന് കൂട്ടി പറയുന്നു പി. കായുടെ കൂടെ ഈ കൂട്ടി പറയുന്നു കി. ഓക്കെ, അപ്പം ഈ എന്ന അക്ഷരമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എങ്കിലും നമുക്ക് ആദ്യം മുതൽ അവസാനം വരെ ചിഹ്നങ്ങൾ ഒന്നുകൂടെ നോക്കാം. ആ എന്നതിൻ്റെ ചിഹ്നം ഈ എന്നതിൻ്റെ ചിഹ്നമാണത്. ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, അ. ഓക്കെ, ഈ ചിഹ്നങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ചിഹ്നങ്ങൾ നമ്മൾ ആദ്യം മുതൽ ഇങ്ങനെ ഓരോ ചിഹ്നങ്ങളായിട്ട് പഠിച്ചു വരുമ്പോൾ അവസാനമാകുമ്പോഴേക്കും നിങ്ങൾക്ക് എല്ലാ ചിഹ്നങ്ങളും നന്നായിട്ട് മനസ്സിലാകും. ഓക്കെ, നോക്കാം, നമുക്ക് വായനയിലേക്ക് വരാം. പഠിയേ और समझिए. ഈ എന്ന ചിഹ്നം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ച, വി, ചവി. ഇത് ച എന്ന അക്ഷരമാണ്. ഛ. വി, ഛവി. ആ, ഭ, അബ്, അബ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബ എന്ന അക്ഷരം അവസാനം വരുമ്പോൾ എങ്ങനെയാണ്? എന്നതിൻ്റെ കൂടെ കൂട്ടിയിട്ട് ഉച്ചരിക്കുന്നു. ദീർഘങ്ങളില്ലാതെ, അതായത് ചിഹ്നങ്ങളില്ലാതെ വരികയാണെങ്കിൽ ബ്. ബ എന്ന അക്ഷരത്തിന് എങ്ങനെ വായിക്കുന്നത്? ബ്, അബ്, അബ്. ജാഗ്. ഗ എന്ന അക്ഷരത്തിന് അതുപോലെ എന്താണ്? എന്ന ചിഹ്നം ചേർത്ത് പറയുന്നു. ജാഗ്. ജ, ഘ, ജാഗ്. ഒന്നുകൂടെ നോക്കാം. ചവി, അബ്, ജാഗ്. ദി, ന, ദിൻ. ദി, ന, ദിൻ. ര എന്ന അക്ഷരമാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ര എന്ന അക്ഷരം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? അല്ലേ? അതുപോലെ തന്നെ ന എന്ന അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? എൻ, എന്നാണ് ഉച്ചരിക്കുന്നത് ന എന്ന അക്ഷരം. ഓക്കെ, അപ്പൊ ദി എന്ന് കഴിഞ്ഞിട്ട് ന എന്ന അക്ഷരമാണ് അതിനെ വായിക്കുന്നത്. ദിൻ, ദിൻ. നി, ക, ല, നിഗൽ. ല എന്ന അക്ഷരം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത്? ഉച്ചാരണം ഇൽ, ഇൽ. ല എന്ന അക്ഷരം ഇൽ. നിഗൽ. ദിൻ, നിഗൽ. ആയ, ആയ, ആയ. ഈ ലൈൻ ഒന്നുകൂടെ നമുക്ക് ഈ ലൈന് വായിക്കാം. ചവി, അബ്, ജാഗ്. ദിൻ, നിഗൽ, ആയ. ഗ, ഢി, യ, ഘടിയ. ഉഡാകർ, ഉഡാകർ. ഋഗ്. ഘടിയ, ഉഡാകർ, ഋഗ്. സിർ, പർ. സി, പിന്നെ രായാണ്. രാക്ക് ഇർ എന്നാണ് ഉച്ചാരണം. സിർ. പ കഴിഞ്ഞിട്ട് രായാണ്. പർ. സിർ, പർ. മാലിഷ, മാലിഷ്, മാലിഷ്. മാലി. അടുത്ത അക്ഷരം എന്താണ്? ഷ എന്ന അക്ഷരമാണ്. ഷ എന്ന അക്ഷരത്തിന് ചിഹ്നങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് ഈ ചിഹ്നം ചേർത്താണ് പറയുന്നത്. മാലിഷ്, മാലിഷ് കർ, മാലിഷ്
കർ. ഫി രാ ഫിർ ഫിർ. നഹാകർ 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 നഹാകർ. വിമൽ വിമൽ വിമൽ. ഖാ വിമൽ ഖാ. ഗിറ്റാര രാ ഇർ എന്നാണ് ഉച്ചാരണം. ഗിറ്റാർ ഗിറ്റാർ. ബജ ബജ ഗിറ്റാർ ബജ. കിശന കിഷൻ. ന നമ്മൾ ഉച്ചരിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞത്? ഇൻ എന്നാണ് അല്ലേ. ഇൻ എന്നാണ് ഉച്ചരിക്കുന്നത്. കിഷൻ. വാ ബിഷന ബിഷൻ. കിഷൻ വാ ബിഷൻ. ആഗയേ ആഗയേ. മിഹിര മിഹിർ രാക്കി ഇർ എന്നാണ് ഉച്ചാരണം. മിഹിർ. വ അനില അനിൽ. ല ഇൽ എന്നാണ് ഉച്ചരിക്കുന്നത് അല്ലേ. ല എങ്ങനെയാണ്? ഇൽ അനിൽ. സൈക്കിൾ 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 സൈക്കിൾ. പര പർ ആയേ ആയേ. അനിൽ സൈക്കിൾ पर आए. विकास 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 विकास. അവസാനം വരുന്ന അക്ഷരം എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറഞ്ഞു. അക്ഷരം മാത്രമാണെങ്കിൽ ഈച്ചിനിട്ടിട്ട് വായിക്കണമെന്ന് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ സ എന്നതിന് ഈച്ചിനിട്ട് വായിച്ചാൽ സ് എന്ന ചിഹ്നം കേട്ടോ. ചന്ദ്രക്കല അതാണ് സ എന്നെഴുതിയിട്ട് സ്. വികാസ് വികാസ്. ഭജനാക്കി ഉച്ചാരണം പറഞ്ഞതാണ് ഇൻ. ഭജൻ ഭജൻ. വികാസ് ഭജൻ ഗ. വികാസ് भजन गा. फिर फिर गाना 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 गा. फिर गाना गा. किताब किताब കിതാബായാണ് ബാക്കി ബ് എന്ന് വായിക്കുന്നു. കിതാബ്. നിഖാൽ നിഖാൽ നിഖാല നിഖാൽ. ല ഇൽ എന്നാണ് ഉച്ചാരണം. നിഖാൽ. കർ നിഖാൽ കർ. കവിത കവിത. പഠ പഠ. കിതാബ് നിഖാൽ കർ കവിത പഠ. ഓക്കെ, നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് ആദ്യം മുതൽ ഫുള്ളായിട്ട് ഒന്ന് വായിച്ചു നോക്കാം. छवि अब जाग, दिन निकल आया, कटिया उठाकर जग, सिर पर मालिश कर, फिर नहाकर विमल का गिटार बजा, किशन व बिशन आ गए, मिहिर व अनिल साइकिल पर आए, विकास भजन गा, फिर गाना गा, किताब निकाल कर कविता पढ़ा. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. യഹ് വികാസ് കാ നിവാസ് ദ. അക്ഷരങ്ങൾ ഓരോന്ന് നോക്കിയിട്ട് വായിക്കാം. യാ ഹ യഹ് യാ ഹ. ഹ എന്ന അക്ഷരത്തിന് ഈച്ചിനിട്ടിട്ട് വായിക്കണം അല്ലേ. ചന്ദ്രക്കല ഇട്ടിട്ട് വായിക്കണം. ഹ എന്ന മലയാളത്തിൽ നമ്മൾ ചന്ദ്രക്കല ഇടൂലേ. ഹ ഹ്. ഓക്കെ, പറഞ്ഞതാണ് എങ്ങനെയുള്ള അക്ഷരങ്ങൾക്കാണ് വായിക്കേണ്ടത്. ചിഹ്നങ്ങളില്ലാതെ അവസാനം വരുമ്പോൾ കേട്ടോ. യാ ഹ എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹ അവസാനത്തെ അക്ഷരമാണ് അല്ലേ. അപ്പം ഇതിനെ നമ്മൾ ഈച്ചിനിട്ടിട്ട് വായിക്കുന്നു. യഹ്. വി കാ സാക്യം ഈച്ചിനിട്ട് വായിക്കുന്നു. സ്. വികാസ്. ക. നി വാ സ നിവാസ്. ദ. യഹ് വികാസ് കാ നിവാസ് ദ. രവിവാർ രവിവാർ. ക. ദിന ദിൻ. ധ.
रविवार का दिन था। ढाकिया ढाकिया ढाकिया। साइकिल साइकिल। पर पारा पर। आया आया। ढाकिया साइकिल पर आया। ടിക്കറ്റ് ടിക്കറ്റ് ടിക്ക അടുത്ത അക്ഷരം ഏതാണ് ട എന്നാണ് അല്ലേ ടിക്കറ്റ് ടിക്കറ്റ് ലഘ ലഘ ടിക്കറ്റ് ലഘ ലിഫാഫ 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 ലായ ലായ ലിഫാഫ ലായ കിസ്ക കിസ്ക കി അടുത്ത അക്ഷരം സ ക കിസ്ക കിസ്ക പത്ര 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 ആയ ആയ കിസ്ക പത്ര ആയ വിമല 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 ലിഫാഫ ലിഫാഫ ദിഘ ദിഘ വിമല ലിഫാഫ ദിഘ വിമല ലിഫാഫ ദിഘ പത്ര പത്ര കവിത കവിത കഥ പത്ര കവിത കഥ പത്ര പത്ര पर पारा पर पत्र पर हमारा हमारा पधा पधा लिखा लिखा धा पत्र पर हमारा पधा लिखा धा ഓക്കെ അടുത്ത നോക്കാം ലാസ്റ്റ് പാരഗ്രാഫാണ് ഇതുകൂടെ നന്നായിട്ട് വായിക്കുക അതോടുകൂടി തന്നെ ഈ 2 പാരഗ്രാഫ് വായിച്ചതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചിഹ്നം പഠിച്ചിട്ടുണ്ടായിരിക്കും ഇതിൽ ഈ എന്ന ചിഹ്നവും ആ എന്ന ചിഹ്നം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ആ എന്ന ചിഹ്നവും പലതവണ വരുന്നുണ്ട് ഈ എന്ന ചിഹ്നവും വരുന്നുണ്ട് അല്ലേ അടുത്ത് നോക്കാം ദി ന ദിൻ ദിൻ നി ക ല നികൽ ദിൻ നികൽ आया आया दिन निकल आया किसान 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 का അടുത്തത് മ काम किसान काम पर पर किसान काम पर निकला निकला किसान काम पर निकला शशि शशि गठिया 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 बिछाकर बिछाकर कविता कविता लिख शशि गठिया बिछाकर कविता लिख सिर पर सिर സി പിന്നീട് രായാണ് സിർ സിർ മാഥ മത്ത് സിർ മത്ത് പകഡ് പകഡ് സിർ മത് പകഡ് സിർ മത് പകഡ് ദസ ദസ് തക തക്ക് ഗിന ഗിൻ അവസാനം വന്നിരിക്കുന്ന അക്ഷരം ശ്രദ്ധിച്ചല്ലോ സ സ് ക ക് ന ഇൻ അല്ലേ ദസ് തക്ക് ഗിൻ ചിഡിയ ചിഡിയ ആയി ആയി ചിഡിയ ആയി തിനക തിനക തി ഈ ചിഹ്നം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഈ എന്ന ചിഹ്നം ആ എന്ന ചിഹ്നം ഇതിൽ വരുന്നുണ്ട് ഈ എന്ന ചിഹ്നം വരുന്നുണ്ട് അല്ലേ തിനക തിനക ലായി ലായി തിനക ലായി
സിമരൻ 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 സിമരൻ. ചിടിയ ചിടിയ. മത മത്. പകഡ് പകഡ്. സിമരൻ ചിടിയ മത് പകഡ്. നിധിൻ 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 നിധിൻ. മിഠായി മിഠായി. നിധിൻ മിഠായി. निकाल कर ला निकाल कर ला निकाल कर ला निकाल कर ला. नितिन मिठाई निकाल कर ला. रवि रवि. गाएगा रवि गाएगा. प्रिया प्रिया. हिरण हिरण का. शिकार शिकार. मत कर मत कर. रवि गाएगा. प्रिया हिरण का शिकार मत कर. ഓക്കെ, പാരഗ്രാഫ് ഒന്നുകൂടെ ആദ്യം മുതൽ ശരിക്കും വായിച്ചു നോക്കാം. दिन निकल आया. विकास काम पर निकला. शशि कढ़िया बिछाकर कविता लिख. सिर मत पकड़. 10 तक गिन. चिड़िया आई. तिनका लाई. सिमरन चिड़िया मत पकड़. नितिन मिठाई निकाल कर ला. रवि गाएगा. प्रिया हिरण का शिकार मत कर. ഓക്കെ, അക്ഷരങ്ങൾ ശരിക്കും നോക്കിയിട്ട് വായിച്ച് പഠിക്കുക. ചിഹ്നം ഈ എന്ന ചിഹ്നമാണ് നമ്മൾ ഇന്ന് പ്രാധാന്യം കൊടുത്ത് പഠിച്ചിരിക്കുന്നത്. ഈ എന്ന ചിഹ്നം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എല്ലാ വരികളിലും ഈ എന്ന ചിഹ്നം ഉണ്ട് അല്ലേ? ഈ എന്ന ചിഹ്നം. ഓക്കെ, അപ്പം ഈ കഴിഞ്ഞ ക്ലാസ്സിൽ ആ എന്ന ചിഹ്നം പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ എന്ന ചിഹ്നവും പഠിച്ചു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.